ഇന്ത്യയിലും യുഎഇയിലും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒമാനിലും ആരംഭിക്കുന്നു. മസ്കറ്റിലും സലാലയുമായി ആദ്യഘട്ടമെന്ന നിലയിൽ ജി ഗോൾഡിന്റെ 5 ഷോറൂമുകളാണ് വരുന്നത്. സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവരുടെയും സ്വർണ്ണ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ കൂടിയാണ് GCCയിലെ ഈ വിപുലീകരണമെന്ന് ഉടമകൾ പറഞ്ഞു. ഇന്ത്യയിലും യുഎഇയിലും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ജ്വല്ലറി ഗ്രൂപ്പാണ് ജി ഗോൾഡ്. യുഎഇയിൽ 2 വർഷം മുമ്പ് ആരംഭിച്ച ഷോറൂമിന് ഉപഭോക്താക്കൾക്കിടയിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. GCCയിൽ വിവിധ ഇടങ്ങളിലേക്ക് വ്യാപിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഒമാനിലും ജി ഗോൾഡ് 5 ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നത്. റൂവി ഗോൾഡ് സൂക്ക്, മബേല, ഫലാജ്, സലാലയിലെ അവ്ക്വാദ്, സാഡാനസ്റ്റോ എന്നിവിടങ്ങളിലാണ് ഷോറൂം ആരംഭിക്കുന്നത്. അടുത്ത വർഷങ്ങളിൽ ഒമാനിൽ കൂടുതൽ ഷോറൂമുകളുമായി ജി ഗോൾഡ് എത്തുമെന്ന് ഉടമകൾ പറഞ്ഞു. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ ആദ്യ ചോയ്സായി ജി ഗോൾഡ് മാറുന്നതിൽ സന്തോഷമുണ്ട്. സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ളവരുടെ സ്വർണ്ണ സ്വപ്നത്തിനൊപ്പം നിൽക്കാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് റിഫ പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി ജി ഗോൾഡ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 15 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അതിനുശേഷം ഞങ്ങൾ ലാസ്റ്റ് ഇയർ ദുബായ് ന്യൂ ഗോൾഡ് സോക്കിൽ നമ്മൾ ഇന്റർനാഷണൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇത് ഒമാനിൽ ഇപ്പോൾ ഇന്നലെ അതിൻ്റെ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 5 ഷോറൂംസ് ആണ് വരുന്നത്. ഞങ്ങൾ ഏറ്റവും നല്ല കളക്ഷൻസ് ഉണ്ടാവും, വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ നല്ല പണിക്കൂലിയിൽ കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് തന്നെയാണ് ഏറ്റവും നല്ല ഗോൾഡ് പർച്ചേസ് എക്സ്പീരിയൻസ് ആയിരിക്കും ജി ഗോൾഡിൽ ഉണ്ടാവുക. മസ്കത്തിൽ നടന്ന മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാര വേദിയിൽ വെച്ചായിരുന്നു ഒമാനിലെ ജി ഗോൾഡിന്റെ ഔദ്യോഗിക ലോഞ്ചിങ്. ചടങ്ങിൽ ഒമാൻ തൊഴിൽ മന്ത്രാലയം ഉപദേശകൻ സെയ്ഫ് മുഹമ്മദ് അബ്ദുള്ള അൽ ബുസൈദി, ഗൾഫ് ടെക് ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ റസാഖ്, ജി ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ അസ്ലം, മുഹമ്മദ് റിഫ, സായിദ് സിയാൻ, മീഡിയ വൺ CEO റോഷൻ കക്കാട്ട എന്നിവർ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഖത്തറിലും സൗദിയിലുമായി ജി ഗോൾഡിന്റെ പുതിയ ഷോറൂമുകൾ തുറക്കുമെന്നും ഉടമകൾ പറഞ്ഞു. സലാലയിൽ സംഘടിപ്പിച്ച മീഡിയ വൺ മബ്രൂക്കിൽ പങ്കെടുത്തവരിൽ നിന്ന് ലക്കി ഡ്രോയിലൂടെ തെരഞ്ഞെടുത്ത 2 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിനും കൈമാറി. മീഡിയ വൺ, മസ്കത്ത്.